ഈ ഒരു സാമ്പിൾ വെടിക്കെട്ട് എന്ന് പറയില്ലേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ മേടിച്ച പടക്കങ്ങൾ. എൻ്റെ ഫേവറേറ്റ് പടക്കമാണ് തോക്ക്. ആ മഴ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, ഇതാണ് പൊളി വ്യൂ. ഹായ് ഗായ്സ്, വെൽക്കം ടു എ ന്യൂ വ്ലോഗ്. അപ്പോൾ നമ്മളിത് ഇന്നിപ്പോൾ എല്ലാവരും ഉണ്ട്. എൻ്റെ അച്ഛൻ, അമ്മ, ശ്വേത വണ്ടി ഓടിക്കുന്നത്. നമ്മളിത് ഇപ്പോൾ ട്രിവാൻഡ്രം ടു സേലം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓൺ ദ വേ ആണ് ശ്വേതന് വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ടെൻഷനിലാണ്, കാണുമ്പോൾ തന്നെ അറിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ ദീപാവലി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് സേലം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ നമ്മുടെ കേരളത്തിൽ തമിഴ്നാട്ടിലുള്ള പോലെ അത്രയും വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ എല്ലാവരും കൂടി സേലത്താണ് ഇന്ന് ഈ വർഷത്തെ നമ്മുടെ ദീപാവലി ആഘോഷിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? അമ്മ ഇവിടെ മുതൽ ട്രിവാൻഡ്രം മുതൽ സേലം വരെയുള്ള തമിഴ്നാട്ടിലെ എല്ലാ സ്ഥലങ്ങളുടെയും പേര് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു ഹോബി, വേറെ അതിന് ഉത്തരവൊന്നുമില്ല, ചുമ്മാ ഒരു ഹോബിക്ക്, ചുമ്മാ ഒരു വട്ട്. എന്താണ് ദീപാവലിയെ കുറിച്ച് പറയാനുള്ളത്? അമ്മ ഇതുവരെ പോയിട്ടില്ലല്ലോ. അച്ഛൻ ഭയങ്കര പത്രം വായന, കേറിയ മുതൽ പത്രം വായനയാണ്. ഓ, പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടുത്തെ വ്യൂ അടിപൊളിയാണ്. വ്യൂ ഞാൻ കാണിക്കാം. എനിക്ക് ആക്ച്വലി നമ്മളെപ്പോഴും സേലത്തോട്ട് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴും ഈ ഒരു ചെറിയൊരു മഴ, ഇന്ന് മഴ ഉണ്ടായിരുന്നു അത്യാവശ്യം കേട്ടോ. ആ മഴ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, ഇതാണ് പൊളി വ്യൂ. അല്ലെങ്കിൽ വെയിലുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ഒരു വ്യൂ കിട്ടത്തില്ല. ഒരു ഫോഗും കേട്ടോ, മൗണ്ടൻസിൻ്റെ ഒക്കെ മുകളിൽ നോക്കിയിട്ട് ആ ഫോഗും, പിന്നെ അതേപോലെ ചെറിയൊരു മൂടിക്കെട്ടിയ കാലാവസ്ഥയും ഇതൊക്കെയാണ്. ശരിക്കും മഴ വേണം, ചെറിയൊരു മഴ വേണം, എന്നാലും ഈ ഒരു ഭംഗി നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ അത് ഭയങ്കര സീരിയസ് ഡ്രൈവറാണ് കേട്ടോ ഇന്ന്. മുന്നാടിയെ சொல்லிருக்கேன். ശ്വേതയ്ക്ക് ഓട്ടോമാറ്റിക്കാണ് ഓടിച്ച് ശീലം, അതുകൊണ്ട് കുറച്ച് ടെൻഷനിലാണ് ഓടിക്കുന്നത്. നമുക്ക് കേരളത്തിലെ റോഡുകളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും, ഐ മീൻ അകത്തോട്ടുള്ള മെയിൻ ഹൈവേ അല്ല, അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇവിടെയുള്ള ഏറ്റവും വലിയൊരു നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അടിപൊളി റോഡുകളാണ്. ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ സ്മൂത്തായിട്ട് അങ്ങ് കണ്ണും പൊട്ടിക്കൊണ്ട് പോകാം. അത്ര കിടില റോഡുകൾ, ടോളൊക്കെ പിരിക്കുന്നുണ്ട്, സ്റ്റിൽ നമുക്ക് നല്ല റോഡ് കിട്ടും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അച്ഛൻ എന്താണ് പറയാനുള്ളത് കേരളത്തിലെ റോഡുകളും തമിഴ്നാട്ടിലെ റോഡുകളെയും പറ്റിയുള്ള എന്താണ് അഭിപ്രായം? മെച്ചപ്പെട്ട റോഡാണ് തമിഴ്നാട്ടിലുള്ള. വൺ വേർഡ് ആൻസറാ, ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം. ഒരു 25 വാക്കിൽ കവിയാതെ ഉത്തരം പറ. തൽക്കാലം ഇത്രയും മതി. ഇനി അങ്ങോട്ട് കാണാൻ കിടക്കുമ്പോഴല്ലേ ബാക്കി പറയാൻ പറ്റുള്ളൂ. പിന്നെ റോഡ് എങ്ങനെയാണെന്ന് നോക്കിട്ട് ഇപ്പൊ തൽക്കാലം ഇത് മതി. அதுதான் நான் சொன்னேன்ல. இல்லை, ഹൈവേ കയറി കഴിഞ്ഞാൽ കിടിയ റോഡാണ് ആക്ച്വലി. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വ്ളോഗ് ശരിക്കും ഒരു വെടിക്കെട്ട് വ്ളോഗായിരിക്കും. കാരണം സേലത്തെ ദീപാവലി, വെടിക്കെട്ട് ദീപാവലി എങ്ങനെയാണെന്ന് ഈ വ്ളോഗ് കണ്ടാൽ മനസ്സിലാവും. ഏതാണ്ട് എനിക്കൊന്ന് കഴിഞ്ഞ തവണത്തെ ദീപാവലിയൊക്കെ ഞാൻ ആ സമയത്ത് വ്ളോഗൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. എന്നുവെച്ചാൽ ഇവരുടെ എസ്പെഷ്യലി ശ്വേതയുടെ വീട്ടിലൊക്കെ ഉള്ള അവരുടെ ആഘോഷം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ആഘോഷമാണ്. എന്ന് വെച്ചാൽ അവർ എത്ര 10,000 രൂപയ്ക്കൊക്കെയാണ് ഈ പടക്കമൊക്കെ മേടിച്ച് പൊട്ടിക്കുന്നത്. ഇത് ഇവരുടെ ആഘോഷം എന്ന് പറഞ്ഞാൽ അവർക്കൊരു പ്രസ്റ്റീജ് ഒരു സംഭവമാണ്. ഏറ്റവും കൂടുതൽ ഇപ്പം അവരുടെ സ്ട്രീറ്റിൽ തന്നെ എല്ലാ വീട്ടുകാരും ഉണ്ടല്ലോ, അപ്പോൾ അവരിൽ ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് കിടിലം വെടിക്കെട്ട് അല്ലെങ്കിൽ പടക്കം വയ്ക്കുന്ന ആരാണ് എന്നുള്ള ചെറിയ രീതിയിലുള്ള ഒരു കോമ്പറ്റീഷനൊക്കെ ഉണ്ട് ഇവരുടെ. അത് നമുക്ക് ഈ വ്ളോഗിൽ നിങ്ങൾ വഴിയെ കാണും. ഇവിടുത്തെ പൂരപ്പുറമ്പാവാൻ പോവാണ് ഇപ്രാവശ്യത്തെ ദീപാവലി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സേലം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നെന്താ പരിപാടി? ഇന്നെന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഓടിച്ചോടിച്ച് ശ്വേത ഒരു പരിപാടി. ആക്ച്വലി നാളെയാണ് ദീപാവലി, സോറി മറ്റന്നാ. മറ്റന്നാ, പക്ഷെ നാളെ പൊട്ടാസ് മേടിക്കും തന്നെ ഇല്ലയാ? നാളെ ചിലപ്പം പടക്കമൊക്കെ വയ്ക്കും. അപ്പോൾ നാളെ എൻ്റെ ചേട്ടനും
സിസ്റ്റർ ഇൻ ലോ, നെഫ്യൂ എല്ലാവരും വരുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും ഇത്തവണ ഒരുമിച്ച് സേലത്താണ് ദീപാവലി ആഘോഷിക്കാൻ പോകുന്നത്. ഇപ്പൊ എന്തായാലും അടിപൊളിയായിരിക്കും. ഈ വ്ളോഗ് ശരിക്കും 2-3 ദിവസത്തെ കാര്യങ്ങൾ പരിപാടികളെല്ലാം കൂടെ ചേർത്ത് ഒറ്റ വ്ളോഗായിട്ടായിരിക്കും എടുത്തത്. കാരണം ദീപാവലി ഫുള്ളായിട്ട് ഒരു 3 ദിവസത്തെ പ്രോഗ്രാംസ് എല്ലാം കൂടെ ചേർത്ത് ഒരു വ്ളോഗായിട്ടായിരിക്കും വരുന്നത്. സോ എല്ലാവരും ഫുള്ള് കാണുക, എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അത് കൊള്ളാം. സേലം ജംഗ്ഷനിൽ വന്നിട്ടും ഒരു ദീപാവലിയുടെ ഒരു എന്താ പറയുക, ഒരു ഓളം ഇല്ലല്ലോ. ദീപാവലി ഫെസ്റ്റിവൽ ആ ഒരു ഇത് കാണാനില്ലല്ലോ, വൈബ്. ഒരു മുന്നൊരുക്കങ്ങളൊന്നും തമിഴ്നാട്ടിൽ ഒരു ഫംഗ്ഷനും ഇല്ല. പക്ഷെ ദീപാവലി സാധാരണ ഞാൻ വിചാരിച്ചത് ലാസ്റ്റ് ടൈം എല്ലാം ഇരുന്നല്ലേ. ആക്ച്വലി ഇത്തവണ അധികം ഒരുക്കങ്ങളൊന്നും കാണാനില്ല. സാധാരണ എന്തെങ്കിലുമൊക്കെ കാണുന്നതാണ്, ഈ പടക്ക് കടകളും പിന്നെ എന്തെങ്കിലുമൊക്കെ അലങ്കാര പരിപാടികളൊക്കെ കാണുന്നതാണ്. പക്ഷെ ഇത്തവണ ഒന്നും കാണാനില്ല. നമുക്ക് ഇവിടുന്ന് റൈറ്റ് സൈഡിൽ അങ്ങ് ദൂരെ കാണാൻ പറ്റുന്ന മലയാണ് ഏർക്കാട് മലനിര. എൻ്റെ അമ്മയ്ക്ക് ആകാശത്ത് പല പല കാഴ്ചകൾ കാണാൻ പറ്റും. നമ്മൾ ആരും കാണാത്ത പല രൂപങ്ങളും അമ്മയ്ക്ക് ആകാശത്ത് മേഘത്തിൽ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇതാ ഈ ഇടത് വശത്ത് കാണുന്നതാണ് 2 കുതിരകൾ ചേർന്ന് നിൽക്കുന്ന ഒരു മേഘം. ഇടത് വശത്ത് കാണാൻ പറ്റുമെന്നാണ് അമ്മ പറയുന്നത്. കഞ്ചാവ് മൂത്താൽ ഇങ്ങനെയാണ്. വേറെ എന്തോന്നൊക്കെ കാണാം. പിന്നെ ഞാൻ ഗണപതിയെ കണ്ട്, യേശുവിനെ കണ്ട്. മതസൗഹാർദ്ദം ഉണ്ട് കേട്ടോ. അല്ല ആ രൂപങ്ങൾ ഇങ്ങനെ വേഗത്തിലുണ്ടായിരുന്നു. നബീനെ കണ്ടില്ലേ? മഹാവിഷ്ണു ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പല 10 ആധാരവും കണ്ട് അമ്മ ആകാശത്ത്. എന്തായിരുന്നാലും ഞാൻ ഇത്ര ഇല്ലായിരുന്നു മുമ്പ്. ഇപ്പം കുറച്ച് കൂടിയത്. അതിന്റെ ഭംഗിയൊന്ന് നോക്ക്. ഹായ് ഗൈസ്, ഇത് നെക്സ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ച് ലേറ്റായിട്ട് ട്രാവലൊക്കെ ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് എല്ലാവരും ക്ഷീണം കാരണം ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി. ഇന്ന് രാവിലെ നമ്മൾ എണീറ്റപ്പോഴത്തേക്കും ശ്വേതയുടെ മാമനും മാമിയും പിന്നെ കസിൻ എല്ലാവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ താഴെ വന്നിരുന്ന് ശ്വേതയുടെ അമ്മ ഉണ്ടാക്കിയ നല്ല സ്പെഷ്യൽ ദീപാവലി സ്പെഷ്യൽ ഗുലാബ് ജാമുനും സ്വീറ്റ്സൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അടുത്ത് നമ്മൾ ദീപാവലി വെടിക്കെട്ടിന് മുമ്പുള്ളൊരു ചെറിയൊരു സാമ്പിൾ വെടിക്കെട്ടെന്ന് പറയില്ലേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ മേടിച്ച പടക്കങ്ങൾ. ഇന്നലെ ഇത്തവണയും കുറേ മേടിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ മേടിച്ചതിൻ്റെ ഫുള്ള് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടില്ലായിരുന്നു. അതിൻ്റെ ബാക്കിയും കുറേ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ശ്വേതയുടെ അനിയ ഹരി എടുത്ത് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ അച്ഛൻ്റെ ഫേവറേറ്റ് പോപ്കോൺ തോക്ക് ഈ വർഷത്തെയും കൂടെ ചേർത്ത് ഈ വർഷം പൊട്ടിക്കണം. കാരണം ചേട്ടനും ചേച്ചി എല്ലാവരും വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം ഇത്തവണ പൊട്ടിച്ച് തീർക്കണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ പൊട്ടിച്ച് തീരുമെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. എന്തായാലും നമ്മളിപ്പോൾ എന്തായാലും പൊട്ടിക്കാൻ പോവാണ് രാവിലെ തന്നെ. ബാക്കി അവരെല്ലാവരും വന്നിട്ട് ചേട്ടനും ചേച്ചിയും ആത്തും എല്ലാവരും കൂടെ വന്നിട്ട് ബാക്കി പൊട്ടിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. ചുമ്മാ ഒന്ന് വെക്കലാമോ? இதா ஆமா நம்ம அங்க போய் வச்சிட்டு வந்துடலாம் அப்புறமேட்டு இது நாளைக்கு ആത്തുന് അവന് ഭയങ്കര പേടിയായിരിക്കും. അവൻ ആദ്യത്തെ സാമ്പിൾ വെടിക്കെട്ട് അജിത വെക്ക പോற இந்த பெரிய குண்டு. ஹாப்பி தீபாவளி. Happy second Diwali. ഓടിയോ ഓടിയോ. ஆமா ஆமா செய்யும் அங்க இருந்தது. எனக்கு தெரிஞ்சுதா இதுவும் அடிக்க போறேன்னு நினைக்கிறேன். இதுவும் அடிக்கல. கமான் நந்து ஓடிக்கோ. நெக்ஸ்ட் என்ன? நெக்ஸ்ட் அது பெருசு நாவே கிட்டா. എൻ്റെ അമ്മ മാത്രം പേടിച്ച് പടക്കത്തിനെ പേടിച്ചിട്ടാ മുകളിൽ കയറി നിൽക്കുന്നത്. താഴെ വാ, തീർന്നു അത്രേ ഉള്ളൂ. ഇനി ബാക്കി രാത്രി. ആഴത്തണ്ടൊന്നുമില്ല അമ്മ വാ. ഇപ്പൊ വലിയ പേടിക്കാനൊന്നുമില്ല, കത്തിച്ചിട്ട് അങ്ങ് ഓടിയാൽ മതി. അല്ല ഈ മറ്റേ റോക്കറ്റ് ഇടുമ്പോ അങ്ങോട്ടായിരിക്കും വരണത്. ഫ്ലോപ്പ് ഏ അജോ എപ്പിടി പண்ற?
ஒழுங்கா வைக்க கூட தெரியலையா? ஆகலடி. ഈ ചില വീട്ടിൽ നിന്നൊക്കെ പട്ടിയെ നോക്കുന്ന പോലെ ഒളിഞ്ഞു നോക്കുന്ന പോലെ നായ്ക്കുട്ടിയുമായി കണ്ടിട്ടുണ്ട്. അച്ഛൻ്റെ ഫേവറേറ്റ് പോപ്കോൺ തോക്ക്. ഇതൊരു ഹെവി സാധനമാണ് ഇപ്പൊ വയ്ക്കാൻ പോകുന്നത്. ആ വലിയ പടക്കിൻ്റെ അകത്തുനിന്ന് വന്നതാണ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇതാ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഫുള്ള് പടക്കത്തിനകത്തുനിന്ന് കിട്ടുന്നത്. അങ്ങനെയൊക്കെ എൻ്റെ ചേട്ടനും സിസ്റ്ററിലോയും നെഫ്യൂ ഒക്കെ എത്തിയിരിക്കുകയാണ്. ഇനിയാണ് ശരിക്കുള്ള സെലിബ്രേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇവർ ആദ്യമായിട്ടാണ് എൻ്റെ വ്ളോഗിൽ വരുന്നത്, എൻ്റെ ചേട്ടനും സിസ്റ്ററിലോയും നെഫ്യൂ ഒക്കെ. അപ്പോൾ ഇവരെല്ലാവരും ട്രിവാൻഡ്രം തന്നെയാണ്. കഴിഞ്ഞ പൊങ്കലിന് ആക്ച്വലി സേലത്ത് എല്ലാവരും കൂടി കൂടാൻ വേണ്ടി ഇരുന്നതാണ്, പക്ഷേ അത് നടന്നില്ല, ലീവ് കിട്ടാത്തതുകൊണ്ടൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തവണ ദീപാവലിക്ക് എന്തായാലും ഇവിടെ തന്നെ എല്ലാവരും ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ വന്നിരിക്കുന്നത്. പടക്കം വയ്ക്കാമോ? പടക്കം വയ്ക്കാമോ? പടക്കം വെച്ചാലോ? വെളിയിൽ പോവാ. ബാ അത് ബാ ഇച്ചിച്ച വെച്ച് തരാം. ഇത് ബാ ബാ. ഞങ്ങളിപ്പോൾ ചെറുതായിട്ട് പടക്കം വയ്ക്കാൻ പോവുകയാണ്. ബാ. വയ്ക്കണില്ലേ ഗൈസ്? അങ്ങനെ നമ്മൾ സാമ്പിൾ വെടിക്കെട്ട് ദീപാവലി തലേ ദിവസമുള്ള ദീപാവലിയുടെ സാമ്പിൾ വെടിക്കെട്ട് ഇവിടെ തീരുവാണ്. നാളെ ആണ് ശരിക്കുള്ള സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നാളെ നമുക്ക് കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്. നാളെ നമ്മൾ എല്ലാവരും കൂടി ഫാമിലി ഫുള്ളായിട്ട് ഏർക്കാടൊക്കെ പോകാനുള്ള ഒരു പ്ലാനൊക്കെ ഉണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ട് കുറേ പടക്കമൊക്കെ പൊട്ടിച്ചിട്ട് എന്നിട്ട് നൈറ്റ് വന്നിട്ട് വീണ്ടും പടക്കം പൊട്ടിക്കലാണ് പരിപാടി. അപ്പോൾ അടുത്ത വ്ളോഗ് നെക്സ്റ്റ് ഡേ ദീപാവലി സ്പെഷ്യൽ വ്ളോഗ് ശരിക്കും നാളെ ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ളോഗ്. ബൈ ബൈ.